ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ഉള്ളത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ പോലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇന്ന് ചേർന്ന CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ. എന്ത് വില കൊടുത്തും ഈ MLA സ്ഥാനം സംരക്ഷിക്കലാണോ അതോ മുകേഷിനെ സംരക്ഷിക്കലാണോ CPMന് ഇപ്പോൾ ഒരു ബാധ്യതയായിരിക്കുന്നത്? വാസ്തവത്തിൽ എനിക്ക് ഇവിടെ CPMൻ്റെ പ്രതിനിധി നേരിട്ട് വരാതെ സഹയാത്രികരെ അയച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPMന് നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള ധൈര്യവും ആത്മധൈര്യവും CPMന് നേരിട്ട് സംസാരിക്കാനുള്ള ആശയവും ആദർശവും ഒന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുകേഷിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ MLAയെ സംരക്ഷിക്കണം. MLA പദം അത് കഴിഞ്ഞാൽ, അതെങ്ങാനും രാജിവെച്ചാൽ പിന്നെ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് MLA പദം രാജിവെച്ചേ പറ്റൂ. ഈ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു സദാചാര ബോധമുണ്ടെങ്കിൽ, വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് CPIയുടെ ആനിരാജ പറഞ്ഞതുപോലെ ഒരു നിമിഷം പോലും ഇനിയും മുകേഷിനെ അവിടെ MLA ആയി തുടരാൻ അനുവദിക്കരുത്. അതാണ് മാന്യത, അതാണ് മര്യാദ. ആ മാന്യതയും മര്യാദയും ലംഘിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ CPM ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ സഹയാത്രികൻ വന്ന് പറയുന്നത്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ ഈ സഹയാത്രികനായതുകൊണ്ടാണ് നമ്മൾ വിട്ടുകളയണേ. എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ ഓരോരുത്തരെ ഗർഭിണിയാക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് യന്ത്രം നോക്കി പരിശോധിക്കുന്ന, യന്ത്രവുമായി നടക്കുന്ന CPM നേതാക്കന്മാരാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. അങ്ങനെ ഈ പീഡനത്തിൻ്റെ അളവ് യന്ത്രത്തിൽ പരിശോധിക്കാൻ നടക്കുന്നവർ ഉള്ളപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ പലതും സംഭവിക്കും. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരു പ്രസ്ഥാനത്തിൻ്റെ കൊടി, ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര്, ഒരു പ്രസ്ഥാനത്തിൻ്റെ MLA സ്ഥാനം, ഇതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ സ്ത്രീത്വത്തെ ഇങ്ങനെ അവമതിച്ച് ചവിട്ടി മതിച്ച് അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുക. എന്നിട്ട് അതിനൊക്കെ കൂട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയൊക്കെ ഈ റെജി ലൂക്കോസിനെ പോലെ സഹയാത്രികനാണെങ്കിലും ഒരല്പം മാന്യത വേണ്ടേ നിങ്ങൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ? നിങ്ങൾ വേറെ എന്തു പറഞ്ഞാലും, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാൾക്കെതിരെയും ഇങ്ങനത്തെ ആരോപണം വന്നിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ്സിലെ എൽദോ ശരിയാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മുകേഷിനെതിരെ വന്നിരിക്കുന്ന ആരോപണം എന്താ സർ? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ സരിതയുടെ വാക്കുകൾ എന്താ? അതുമാത്രം ഓരോ ദിവസവും വെളിയിലേക്ക് വരുന്ന വാക്കുകൾ എന്താ? ഇയാൾ ആരാണ്? ഞാനില്ലാതെ, എന്നെ കാണാതെ, എൻ്റെ കൂടെ കിടപ്പറ പങ്കിടാതെ, എൻ്റെ ശരീരത്തിനൊപ്പം നിൻ്റെ ശരീരം ഇല്ലെങ്കിൽ നീ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ എത്രയോ സ്ത്രീകൾ പറയാൻ ഇപ്പോഴും മടി കാണിച്ച് മാറി നിൽക്കുന്നുണ്ടാവും. അതാണല്ലോ സരിത പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വന്തം ഭാര്യയുടെ മുമ്പിലേക്ക് വേറൊരു സ്ത്രീയെയും കൊണ്ട് വരികയാണ്. സ്വന്തം ഭാര്യയുടെ മുമ്പിലേക്ക് വേറൊരു സ്ത്രീയുമായിട്ട് വേഴ്ച നടത്തുകയാണ്. സരിത പറയുന്നത് കേട്ടാൽ മലയാളികളുടെ മാനം പോകും. എന്നിട്ട് ഇവനെയൊക്കെ MLA എന്ന് പറഞ്ഞ് നടക്കുക, ഇവരൊക്കെ വരുമ്പോൾ ആദരിക്കുക, ഇവർക്കൊക്കെ വരുമ്പോൾ പൂമാലയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവർക്ക് വേണ്ടി ചാനലിൽ വന്നിരുന്നിട്ട്, എൻ്റെ പൊന്ന് റെജി ലൂക്കോസ്, ഒരു മാന്യത നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്പമെങ്കിലും മാന്യത കാണിക്ക്. ഇപ്പോൾ T പത്മനാഭനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികർ, അതുപോലെ തന്നെ വേറെ എത്രയോ ഇടതുപക്ഷ സഹയാത്രികർ. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പങ്കെടുത്തു. ഇടതുപക്ഷത്തിന് വേണ്ടി വല്ലാതെ ബഹളം വെക്കുന്ന ഒരു മനുഷ്യനുണ്ട്, പേര് ഞാൻ മറന്നുപോയി, ഇന്നലത്തെ മാതൃഭൂമി ചാനലിലായിരുന്നു. അയാൾ പരസ്യമായി പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്, പക്ഷെ മുകേഷ് രാജിവെക്കണം. ഇത് ഇങ്ങനെ മുകേഷിനെ കൊണ്ടു നടക്കരുത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊട്ടന്മാരാണോ ഈ നാട്ടിലെ ജനങ്ങൾ? ഇത്രയും ക്രൂരമായ ബലാത്സംഗം, ഇത്രയും ക്രൂരമായ ഒരു നെറുകേട്, ഇത്രയും ക്രൂരമായ അഹന്ത, ഇത്രയും ക്രൂരമായ ഒരു സ്ത്രീ വിരുദ്ധത, അത് സ്വന്തം വീട്ടിൽ കാണിച്ചു എന്ന് മാത്രമല്ല നാട്ടിലും കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരെയൊക്കെ
MLA ആന്ന് പറഞ്ഞ് പൂമാലയിട്ട് നടക്കുന്ന മിസ്റ്റർ റെജി ലൂക്കോസ്, ഒരു കാര്യമുണ്ട്. നിങ്ങളും ഞാനും ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വിശുദ്ധിയുണ്ട്. നമുക്കൊണ്ടൊരു കുടുംബം, നമുക്കൊണ്ടൊരു ഭാര്യ, നമുക്കൊണ്ടൊരു മക്കൾ. നമ്മുടെ ഒന്നും പേര് പറഞ്ഞ ഒരാളും വരില്ല. നമ്മുടെ ഒന്നും പേര് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാൻ ആൾക്കും പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ആ രീതിയിലുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ഒരാളാണ് മുകേഷ്. നിങ്ങൾ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ രഞ്ജിത്ത് രാജിവെച്ചില്ലാലും ഞാനൊന്നും പറയില്ല. അയാൾക്ക് സൗകര്യമുണ്ട്, രാജിവെക്കട്ടെ. പക്ഷേ രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചു. ആ രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ച ആ ഒരു മര്യാദയെങ്കിലും ഈ മനുഷ്യൻ കാണിക്കണ്ടേ? വാസ്തവത്തിൽ അവർ രാജിവെച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മുകേഷാണ് ആദ്യം രാജിവെക്കേണ്ടത്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മുൻ പ്രോസിക്യൂഷൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളിങ്, ആ റൂളിങ് പ്രകാരം പീഡനം നടന്നു എന്ന് ഒരു ഇര പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ, ആ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയാൽ സുമോട്ടോ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നാ. അങ്ങയോട് ചോദിക്കൂ, അദ്ദേഹത്തോട് ചോദിക്കൂ. ഞങ്ങളൊക്കെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില സുപ്രീം കോടതിയുടെ റൂളിങ്സ് നിലവിലുള്ളപ്പോൾ അത് അന്വേഷിക്കാൻ ബാധ്യസ്ഥനല്ലേ ഇവിടുത്തെ പോലീസ്? അത് അന്വേഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് എന്താ മിണ്ടാതിരിക്കുന്നത്? ഇനി എങ്ങനെ പറയണം ഈ സ്ത്രീ? അവരിനി മുമ്പിൽ വന്നിരുന്നിട്ട് വേറെന്തെങ്കിലും ചെയ്തിട്ട് പറയണോ? മുകേഷ് പറയുന്നത് പോലെ ഞാൻ ചോദിക്കണേ, ഇനി എന്ത് ചെയ്യണം ആ സ്ത്രീ? അവര് പബ്ലിക്കായിട്ട് പറഞ്ഞു, പരാതി കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു, മൊഴി എടുക്കാൻ വരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ, ഒരു മിനിറ്റ് രോഹിണി. എന്നിട്ട് ഇപ്പോൾ ഓടിപ്പോയിട്ട് ഇയാൾ കോടതിയിൽ പോയിട്ട് അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് ഇയാൾ കോടതി പോയിരിക്കുകയാണ്. അത് തന്നെ കാണിക്കുന്നത് എന്താണെന്ന്, ഈ അറസ്റ്റ് തടയാൻ കോടതി പോയിരിക്കുന്നത് തന്നെ അയാളുടെ ഉള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന വിചാരമുള്ളത് കൊണ്ടല്ലേ? അയാളുടെ ഉള്ളിൽ അയാൾ കുറ്റക്കാരനെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടല്ലേ? ഞാൻ ചോദിക്കുന്നത് മിസ്റ്റർ റെജി ലൂക്കോസ്, ഈ പിണറായി വിജയൻ്റെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ തട്ടിപ്പൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞാനിപ്പോൾ ഞാൻ മുൻ DGP പ്രോസിക്യൂഷൻ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോടും കൂടി ഞാൻ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് വായിച്ചു. ആ റിപ്പോർട്ട് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വന്നിരിക്കുന്നത് മലയാള മനോരമയില. ആ റിപ്പോർട്ട് പ്രകാരം ഈ SIT തന്നെ, ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ നിയമത്തിൻ്റെ പരിധിയുടെ വെളിയിലെന്നാ എന്ന് പറഞ്ഞ് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ പോലീസ് ആക്ട് ഏതാണ്ട് 21(2)B പ്രകാരം അതിന് ഉത്തരവിറങ്ങണം. ആ ഉത്തരവിറങ്ങിയിട്ട് വേണം അന്വേഷണ സംഘം കാര്യങ്ങൾ ചെയ്യാൻ. ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നാണ് മലയാള മനോരമ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ മണിക്കൂറുകളിലോ ഇന്ന് രാവിലെയോ വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ ഉത്തരവിറങ്ങാതെയാണെങ്കിൽ SIT തന്നെ നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തരം മാജിക്ക് കാണിക്കാൻ വേണ്ടിയുള്ള തരികട പരിപാടിയല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇതൊരു തരികട, ഇനി അതെന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഈ നടപടികൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൊഴിയെടുക്കുക, അവിടെ പോവുക, ഇവിടെ പോവുക, FIR രജിസ്റ്റർ ചെയ്ത് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണ്ടേ? ഇയാൾ കോടതി പോകുന്നതിന് മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? കോടതി തടയുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യണ്ടേ? കോടതി എത്ര കാലം തടയും? 376 കേസിലൊന്നും കോടതിക്ക് അങ്ങനെ തടയാനൊന്നും പറ്റില്ല. പരാതി ഇതൊക്കെ ധാരാളം സംഭവങ്ങളുണ്ട്. പരാതി ഒരാളെ ഒരു സ്ത്രീയെ ഒരാൾ ബലാത്സംഗം ചെയ്യുമ്പോൾ ആ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മൊഴി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് 2 വർഷം കഴിഞ്ഞാലും 3 വർഷം കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാലും ഒക്കെ 376 തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് ഇര പറഞ്ഞാൽ, ആ അതിജീവിത പറഞ്ഞാൽ, ആ ഇര പറഞ്ഞാൽ അതിൻ്റെ പേരിൽ FIR ഇട്ട് കേസെടുത്ത് കോടതിയിൽ കൊണ്ടുവരണം. പിന്നെ തെളിവും കാര്യങ്ങളൊക്കെ അത് പിന്നത്തെ കാര്യം. അപ്പം ഇവിടെ ആരെയാണ് സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ? ഇവിടെ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ ഇടതുപക്ഷ ഗവൺമെന്റ്. അവിടെ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് തന്റെ സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താൻ എങ്ങനെയാണ് ആരോപണ വിധേയനായത് എന്നുള്ള കാര്യം നേരിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മുൻപാകെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംരക്ഷണമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വളരെ